സുഹൃത്തുക്കളെ, ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇന്ന് നിങ്ങൾ കാണുന്ന ആനകളെക്കാൾ വലിപ്പമുള്ള കരടികൾ, ഒരു ചെറിയ വിമാനത്തിന്റെ അത്രയും വലിപ്പമുള്ള പക്ഷികൾ, കടലിലെ ഷാർക്കുകളെ മിഠായി കഴിക്കുന്നത് പോലെ വിഴുങ്ങാൻ ശേഷിയുള്ള കൂറ്റൻ സ്രാവുകൾ. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമി ഒരു കാലത്ത് ഇത്തരം ഭീകരജീവികളുടെ ലോകമായിരുന്നു. മനുഷ്യൻ ഭൂമിയിൽ വരുന്നതിനും എത്രയോ മുൻപ് പ്രകൃതി അതിന്റെ എല്ലാ കരുത്തും കാട്ടിയ ചില രാക്ഷസ ജീവികൾ ഇവിടെ വാണിരുന്നു. പക്ഷേ എവിടെ പോയി ഇവരൊക്കെ? എങ്ങനെയാണ് ഇത്രയും വലിയ ജീവികൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായത്? ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഭൂമിയിൽ ജീവിച്ചിരുന്ന, എന്നാൽ ഇപ്പോൾ വംശനാശം സംഭവിച്ചുപോയ ഏറ്റവും ഭയാനകമായ 10 ഭീമൻ ജീവികളെയാണ്. 1. ടൈറനോസോറസ് റെക്സ്. ടൈറനോസോറസ് റെക്സ് ജീവിച്ചിരുന്ന കാലഘട്ടം ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകമല്ലായിരുന്നു ഏകദേശം 6.6 മുതൽ 6.8 കോടി വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നത്. ക്രിട്ടേഷ്യസ് എന്ന് വിളിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലാണ് വടക്കേ അമേരിക്കൻ വൻകരകളിൽ രാജാവായി ടീറെക്സ് വാണിരുന്നത്. ഇവയുടെ ശരീരഘടന ഒന്നു നോക്കൂ. ഏകദേശം 40 അടി നീളവും 12 അടിയിലേറെ ഉയരവും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ തലയോട്ടിയാണ്. 5 അടി നീളമുള്ള തലയോട്ടിക്കുള്ളിൽ ആനക്കൊമ്പിനോളം വലിപ്പമുള്ള 60 കൂർത്ത പല്ലുകൾ. ഇതിന്റെ കടിയുടെ ശക്തി, ബൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 6 ടണ്ണായിരുന്നു. അതായത് ഒരു കാറിനെ കടിച്ചു ചതയ്ക്കാൻ ഇതിന് വെറും നിമിഷങ്ങൾ മതി. ടീറെക്സ് ഒരു ശുദ്ധ മാംസഭുക്കായിരുന്നു. അന്നത്തെ കാലത്തുണ്ടായിരുന്ന ട്രൈസറാട്ടോപ്സ്, എഡ്മൻഡോസോറസ് തുടങ്ങിയ സസ്യഭുക്കുകളായ വലിയ ഡൈനോസറുകളായിരുന്നു ഇവരുടെ പ്രധാന ഭക്ഷണം. ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഇവ വെറും വേട്ടക്കാർ മാത്രമല്ല, ചത്തുകിടക്കുന്ന ജീവികളെയും സ്കാവഞ്ചർ ആഹാരമാക്കിയിരുന്നു എന്നാണ്. ഏകദേശം 6.6 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ പതിച്ച ഒരു കൂറ്റൻ ഉൽക്കയാണ് ആസ്ട്രോയിഡ് വില്ലനായത്. മെക്സിക്കോയിലെ യുഗാറ്റൻ പെനിൻസുലയിൽ പതിച്ച ഈ ഉൽക്ക മൂലമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനവും പുകയും പൊടിയും കാരണം ഭൂമിയിലെ സസ്യജാലങ്ങൾ നശിച്ചു. ഭക്ഷണവും വെള്ളവുമില്ലാതെ മാസങ്ങൾക്കുള്ളിൽ ഈ ഭീമൻ വർഗം ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു. 2. മെഗലോഡോൺ. ജീവിച്ചിരുന്ന കാലഘട്ടം കരയിൽ ഡൈനോസറുകൾ പോയതിനുശേഷം സമുദ്രങ്ങൾ ഭരിച്ചിരുന്ന ഭീകരനായിരുന്നു മെഗലോഡോൺ. ഏകദേശം 2.3 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 36 ലക്ഷം വർഷങ്ങൾ മുൻപ് വരെ മയോസീൻ ആൻഡ് പ്ലയോസീൻ എപ്പോക്സ് ലോകമെമ്പാടുമുള്ള സമുദ്രങ്ങളിൽ ഇവയുടെ സാമ്രാജ്യമായിരുന്നു. സവിശേഷതകൾ. ഇന്നത്തെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിനെ നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? എന്നാൽ മെഗലോഡോൺ അതിന്റെ 3 ഇരട്ടി വലിപ്പമുള്ളവയായിരുന്നു. ഏകദേശം 50 മുതൽ 60 അടി വരെ നീളം. അതായത് ഒരു വലിയ കെട്ടിടത്തിന്റെ അത്രയും വലിപ്പം. ഇവയുടെ ഒരു പല്ലിന് മാത്രം ഒരു മനുഷ്യന്റെ കൈപ്പത്തിയേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. ഏകദേശം 7 ഇഞ്ച്. മെഗലോഡോൺ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വലിയ പല്ല് എന്നാണ്. ഭക്ഷണം. സമുദ്രത്തിലെ ഏറ്റവും വലിയ ജീവികളായ തിമിംഗലങ്ങളായിരുന്നു ഇവരുടെ പ്രധാന ഭക്ഷണം. കൂറ്റൻ തിമിംഗലങ്ങളുടെ ചിറകുകളും വാലുകളും കടിച്ചുമാറ്റി അവയെ നിഷ്പ്രഭമാക്കാൻ മെഗലോഡോണിന് കഴിയുമായിരുന്നു. ഇവയുടെ താടിയെല്ലുകൾക്ക് ഒരു വലിയ കാറിനെ മുഴുവനായി വിഴുങ്ങാനുള്ള വലിപ്പമുണ്ടായിരുന്നു. ഏകദേശം 3.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്. ഭൂമി തണുക്കാൻ തുടങ്ങിയതോടെ സമുദ്രങ്ങളിലെ താപനില മാറി. തണുത്ത വെള്ളത്തിൽ അതിജീവിക്കാൻ മെഗലോഡോണിന് കഴിഞ്ഞില്ല. ഭക്ഷണക്ഷാമം. ഇവ പ്രധാനമായും കഴിച്ചിരുന്ന ചെറിയ തിമിംഗലങ്ങൾ തണുത്ത കടലുകളിലേക്ക് ചേക്കേറി. കൂടാതെ കൊലയാളി തിമിംഗലങ്ങൾ, ഓർക്കാസ് ഇവയുടെ കുഞ്ഞുങ്ങളെ വേട്ടയാടാൻ തുടങ്ങിയതും വംശനാശത്തിന് കാരണമായി. 3. വൂളി മാമത്ത്. ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ ഇവ ഭൂമിയിൽ ഉണ്ടായിരുന്നു. മഞ്ഞുപാളികൾ നിറഞ്ഞ ഭൂമിയിൽ ഇവരുടെ സാമ്രാജ്യമായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ വൂളി മാമത്തുകൾ വംശനാശം സംഭവിച്ചത് വെറും 4000 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ്. അതായത് ഈജിപ്തിലെ പിരമിഡുകൾ പണിയുന്ന കാലത്തുപോലും ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇവ ജീവിച്ചിരുന്നു. ഇന്നത്തെ ആഫ്രിക്കൻ ആനകളുടെ അത്രയും തന്നെ വലിപ്പമായിരുന്നു ഇവയ്ക്കും. പക്ഷേ ഇവയെ വ്യത്യസ്തമാക്കുന്നത് ശരീരത്തിലെ ഇടതൂർന്ന രോമങ്ങളാണ്. കൊടും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഏകദേശം 3 അടി വരെ നീളമുള്ള രോമങ്ങൾ ഇവയ്ക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവയുടെ കൊമ്പുകൾ. വളഞ്ഞുപുളഞ്ഞ ആ കൂറ്റൻ കൊമ്പുകൾക്ക് 13 അടി വരെ നീളമുണ്ടായിരുന്നു. മഞ്ഞും ഐസും വകഞ്ഞുമാറ്റി ഭക്ഷണം കണ്ടെത്താൻ ഈ കൊമ്പുകൾ അവരെ സഹായിച്ചിരുന്നു. ഇത്രയും വലിയ ശരീരമാണെങ്കിലും വൂളി മാമത്തുകൾ പാവം സസ്യഭുക്കുകളായിരുന്നു. മഞ്ഞുപാളികൾക്കിടയിലുള്ള പുല്ലുകൾ, കുറ്റിച്ചെടികൾ, പായലുകൾ എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന ആഹാരം. ഒരു ദിവസം ഏകദേശം 180 കിലോയോളം ഭക്ഷണം ഒരു മാമത്തിന് ആവശ്യമായിരുന്നു. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപാണ് ഇവ പൂർണ്ണമായും ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായത്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. 1. കാലാവസ്ഥാ വ്യതിയാനം. മഞ്ഞുയുഗം അവസാനിക്കുകയും ഭൂമി ചൂടുപിടിക്കുകയും ചെയ്തതോടെ ഇവയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ പുൽമേടുകൾ ഇല്ലാതായി. അക്കാലത്തെ മനുഷ്യർ മാംസത്തിനും രോമത്തിനും കൊമ്പിനും വേണ്ടി മാമത്തുകളെ കൂട്ടമായി വേട്ടയാടിയിരുന്നു. ഇത് അവരുടെ വംശനാശത്തിന്റെ വേഗത കൂട്ടി. 4.
ടൈറ്റനോബോവ. ഡൈനോസറുകൾ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായതിനു ശേഷം ഏകദേശം 6 മുതൽ 5.8 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ടൈറ്റനോബോവകൾ ജീവിച്ചിരുന്നത്. ഇന്നത്തെ കൊളംബിയയിലെ കനത്ത മഴക്കാടുകളിലായിരുന്നു ഈ രാക്ഷസ പാമ്പുകളുടെ വാസം. ഇന്നത്തെ ഏറ്റവും വലിയ പാമ്പായ അനാക്കോണ്ടയെ ഇതിന്റെ അടുത്ത് നിർത്തിയാൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇരിക്കും. ഏകദേശം 42 മുതൽ 45 അടി വരെ നീളവും 1 ടണ്ണിലധികം 1100 കിലോ ഭാരവും ഇതിനുണ്ടായിരുന്നു. ഇതിന്റെ ശരീരത്തിന്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം ഒരു മനുഷ്യന്റെ അരക്കെട്ടിനോളം വരുമായിരുന്നു. അതായത് ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ഇതിന് മിനിറ്റുകൾ മതിയായിരുന്നു. ഒരു കടുത്ത മാംസബുക്കായിരുന്നു ടൈറ്റനോബോവ. ഇന്നത്തെ മുതലകളുടെ പൂർവികരെയും ഭീമാകാരമായ ആമകളെയുമാണ് ഇവ പ്രധാനമായും ഭക്ഷണമാക്കിയിരുന്നത്. വിഷമില്ലായിരുന്നുവെങ്കിലും തന്റെ ഭീമാകാരമായ ശരീരം കൊണ്ട് ഇരയെ ചുറ്റിവരിഞ്ഞ് എല്ലുകൾ പൊടിച്ചു കൊല്ലുകയായിരുന്നു ഇവയുടെ രീതി. ഏകദേശം 5.8 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്. ഇതിന് പ്രധാന കാരണം കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ്. താപനില കുറഞ്ഞത്. ടൈറ്റനോബോവ പോലെയുള്ള വലിയ ഇഴജന്തുക്കൾക്ക് ജീവിക്കാൻ നല്ല ചൂടുള്ള കാലാവസ്ഥ ആവശ്യമായിരുന്നു. ഭൂമിയിലെ താപനില കുറഞ്ഞതോടെ അത്രയും വലിയ ശരീരം നിലനിർത്താൻ ആവശ്യമായ ചൂട് പരിസ്ഥിതിയിൽ നിന്നും ലഭിക്കാതെയായി. ഇതോടെ ഈ ഭീമൻ പാമ്പുകൾ ലോകത്തോട് വിട പറഞ്ഞു. 5. ആർക്ടോഡസ് ഷോർട്ട് ഫേസ്ഡ് ബെയർ. ഏകദേശം 18 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 11,000 വർഷങ്ങൾക്ക് മുൻപ് വരെ വടക്കേ അമേരിക്കൻ വൻകരകളിലായിരുന്നു ഇവയുടെ വാസം. പ്ലെയ്സ്റ്റോസീൻ കാലഘട്ടത്തിലെ ഏറ്റവും ഭയാനകമായ മൃഗങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇന്നത്തെ സാധാരണ കരടികളുമായി താരതമ്യം ചെയ്താൽ ഇവയുടെ വലിപ്പം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. 4 കാലിൽ നിൽക്കുമ്പോൾ തന്നെ ഇതിന് 6 അടി ഉയരമുണ്ടായിരുന്നു. എന്നാൽ പിൻകാലുകളിൽ നിവർന്നു നിൽക്കുമ്പോൾ ഇവയ്ക്ക് 12 മുതൽ 13 അടി വരെ ഉയരമുണ്ടായിരുന്നു. ഇതിന്റെ മുഖം ഇന്നത്തെ കരടികളുടേതിനേക്കാൾ പരന്നതും ചെറുതുമായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഷോർട്ട് ഫേസ്ഡ് ബിയർ എന്ന് വിളിക്കുന്നത്. ഇവയുടെ നീളമുള്ള കാലുകൾ മണിക്കൂറിൽ ഏകദേശം 64 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ ഇവയെ സഹായിച്ചിരുന്നു. ഇതൊരു അതിശക്തനായ മാംസഭുക്കായിരുന്നു. കാട്ടുപോത്തുകൾ, മാനുകൾ, കൂടാതെ മമ്മത്തുകളുടെ കുഞ്ഞുങ്ങളെപ്പോലും ഇവ വേട്ടയാടിയിരുന്നു. ചിലപ്പോൾ മറ്റു മൃഗങ്ങൾ പിടിച്ച ഇരയെ അതിന്റെ വലിപ്പം കാട്ടി പേടിപ്പിച്ച് തട്ടിയെടുക്കാനും ഇവ മിടുക്കരായിരുന്നു. ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായത്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. 1. ഭക്ഷണക്ഷാമം. മഞ്ഞുയുഗം അവസാനിച്ചതോടെ ഇവയുടെ പ്രധാന ഇരകളായ വലിയ സസ്തനികൾക്ക് വംശനാശം സംഭവിച്ചു. അത്രയും വലിയ ശരീരം നിലനിർത്താൻ ആവശ്യമായ ആഹാരം ലഭിക്കാതെയായി. 2. മനുഷ്യനുമായുള്ള മത്സരം. അക്കാലത്തെ മനുഷ്യർ വേട്ടയാടാൻ തുടങ്ങിയതും ഈ കരടികളുടെ നിലനിൽപ്പിനെ ബാധിച്ചു. 6. ഗ്ലിപ്റ്റോഡോൺ. ജീവിച്ചിരുന്ന കാലഘട്ടം ഏകദേശം 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 10,000 വർഷങ്ങൾക്ക് മുൻപ് വരെ തെക്കേ അമേരിക്കയിലായിരുന്നു ഇവ പ്രധാനമായും ജീവിച്ചിരുന്നത്. മഞ്ഞുയുഗത്തിന്റെ ഐസ് ഏജ് അവസാന കാലം വരെ ഇവ ഭൂമിയിലുണ്ടായിരുന്നു. ഇന്നത്തെ അർമാഡിലോകളുടെ പൂർവികരാണിവർ. ഇതിന്റെ വലിപ്പമാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏകദേശം ഒരു ഫോക്സ് വാഗൺ ബീറ്റിൽ കാറിന്റെ അത്രയും വലിപ്പവും 2 ടണ്ണോളം ഭാരവും ഇവയ്ക്കുണ്ടായിരുന്നു. ഇതിന്റെ ശരീരത്തിന് മുകളിൽ പാറ പോലെ കടുപ്പമേറിയ ഒരു കൂറ്റൻ കവചമുണ്ടായിരുന്നു. ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ തല ഈ കവചത്തിനുള്ളിലേക്ക് വലിച്ച് സ്വയം സംരക്ഷിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു. ചില വർഗ്ഗങ്ങൾക്ക് വാലിൽ മുള്ളുകൾ നിറഞ്ഞ ഒരു ഗദ, ക്ലബ്ബ് പോലെയുള്ള ഭാഗവും ഉണ്ടായിരുന്നു. ഇത് ശത്രുക്കളെ അടിച്ചു വീഴ്ത്താൻ ഉപയോഗിച്ചിരുന്നു. ഭക്ഷണം. ഇത്രയും ഭീകരമായ രൂപമാണെങ്കിലും ഗ്ലിപ്റ്റോഡോൺ ഒരു പാവം സസ്യഭുക്കായിരുന്നു. പുഴയോരങ്ങളിലെ പുല്ലുകളും ചെടികളുമായിരുന്നു ഇവയുടെ പ്രധാന ഭക്ഷണം. തന്റെ കടുപ്പമേറിയ കവചമുള്ളതുകൊണ്ട് വലിയ വേട്ടക്കാർക്കിടയിലും സമാധാനമായി മേഞ്ഞു നടക്കാൻ ഇവയ്ക്ക് സാധിച്ചിരുന്നു. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്. ഇതിന് കാരണമായി പറയപ്പെടുന്നത് മഞ്ഞുയുഗം അവസാനിച്ചപ്പോൾ ഇവയുടെ ആവാസ വ്യവസ്ഥയിൽ വന്ന മാറ്റം അതിജീവിക്കാൻ ഇവയ്ക്കായില്ല. മനുഷ്യന്റെ വേട്ട. അക്കാലത്തെ മനുഷ്യർ ഇവയെ വേട്ടയാടിയിരുന്നു. ഗ്ലിപ്റ്റോഡോണിന്റെ വലിയ കവചങ്ങൾ മനുഷ്യർ താൽക്കാലിക വീടുകളായി ഷെൽട്ടർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. 7. പാരാസെറാത്തെറിയം. ജീവിച്ചിരുന്ന കാലഘട്ടം ഏകദേശം 3.4 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 2.3 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയാണ് ഒലിഗോസീൻ എപ്പോക്ക് ഇവ ജീവിച്ചിരുന്നത്. ഇന്നത്തെ മധ്യേഷ്യയിലും ചൈനയിലുമായിരുന്നു ഇവയുടെ പ്രധാന താവളം. കാണ്ടാമൃഗങ്ങളുടെ പൂർവികരാണിവർ. ഇതിന്റെ വലിപ്പം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഏകദേശം 16 അടി 4.8 മീറ്റർ ഉയരം ഇവയുടെ തോളുകൾക്ക് മാത്രമുണ്ടായിരുന്നു. തല ഉയർത്തി നിന്നാൽ ഒരു ജിറാഫിനെ പോലെ 24 അടി വരെ ഉയരത്തിലെത്തുമായിരുന്നു. ഏകദേശം 15 മുതൽ 20 ടണ്ണോളം ഭാരവും ഇവയ്ക്കുണ്ടായിരുന്നു. ഇന്നത്തെ 2 വലിയ ആനകളുടെ ഭാരം വരുമിത്. പാരാസെറാത്തെറിയം ഒരു സസ്യഭുക്കായിരുന്നു. ജിറാഫിനെ പോലെ നീളമുള്ള കഴുത്തുള്ളതുകൊണ്ട് മരങ്ങളുടെ ഏറ്റവും മുകളിലുള്ള ഇലകൾ തിന്നാൻ ഇവയ്ക്ക് എളുപ്പമായിരുന്നു.
ഇതിന്റെ മേൽചുണ്ടിന് പ്രത്യേക ചലനശേഷിയുണ്ടായിരുന്നു. അത് മരക്കൊമ്പുകൾ വലിച്ചുപിടിക്കാൻ സഹായിച്ചിരുന്നു. ഏകദേശം 2.3 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായത്. വനങ്ങൾ കുറയുകയും പുൽമേടുകൾ വർദ്ധിക്കുകയും ചെയ്തതോടെ ഇവയുടെ പ്രധാന ഭക്ഷണമായ വലിയ മരങ്ങൾ ഇല്ലാതായി. കുറഞ്ഞ പ്രത്യുൽപാദന നിരക്ക്. വലിപ്പം കൂടിയ ജീവികളായതുകൊണ്ട് ഇവയുടെ കുട്ടികൾ ജനിക്കാൻ ഒരുപാട് സമയമെടുക്കുമായിരുന്നു. കാലാവസ്ഥാ മാറ്റത്തിനിടയിൽ വംശം നിലനിർത്താൻ ആവശ്യമായ എണ്ണത്തിൽ ഇവ പെറ്റുപെരുകിയില്ല. 8. മെഗാതെറിയം. ജീവിച്ചിരുന്ന കാലഘട്ടം ഏകദേശം 50 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 10,000 വർഷങ്ങൾക്ക് മുൻപ് വരെ തെക്കേ അമേരിക്കയിലായിരുന്നു ഇവ പ്രധാനമായും ജീവിച്ചിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലിപ്റ്റോഡോണിന്റെയും ഊളിമാമത്തിന്റെയും ഒക്കെ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണിവർ. ഇന്ന് മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന സ്ലോത്തുകളെ വളരെ പതുക്കെ മാത്രം സഞ്ചരിക്കുന്നവർ. എന്നാൽ മെഗാതെറിയം ഒരു ആനയുടെ വലിപ്പമുള്ള സ്ലോത്തായിരുന്നു. ഏകദേശം 20 അടി നീളവും 4 ടണ്ണോളം ഭാരവും ഇവയ്ക്കുണ്ടായിരുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ കൂർത്ത നഖങ്ങളാണ്. ഏകദേശം 1 അടി വരെ നീളമുള്ള നഖങ്ങൾ ഇവയ്ക്കുണ്ടായിരുന്നു. പിൻകാലുകളിൽ നിവർന്നു നിൽക്കുമ്പോൾ ഇവയ്ക്ക് 20 അടി വരെ ഉയരമെത്തുമായിരുന്നു. ഇത്രയും വലിയ നഖങ്ങളുണ്ടെങ്കിലും മെഗാതെറിയം ഒരു സസ്യഭുക്കായിരുന്നു. ആ നഖങ്ങൾ ഉപയോഗിച്ച് മരക്കൊമ്പുകൾ താഴ്ത്തി ഇലകൾ തിന്നുകയായിരുന്നു ഇവയുടെ രീതി. എന്നാൽ ചില പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപൂർവമായി ഇവ മാംസവും ഭക്ഷിച്ചിട്ടുണ്ടാകാമെന്നാണ്. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുൻപാണ് ഇവ വംശനാശം സംഭവിച്ചു പോയത്. 9. ക്വെറ്റ്സൽകോട്ട്ലസ്. ജീവിച്ചിരുന്ന കാലഘട്ടം ഏകദേശം 6.8 മുതൽ 6.6 കോടി വർഷങ്ങൾക്ക് മുൻപ്. അതായത് ടൈറനോസോറസ് റെക്സ്, ടീറെക്സ് ജീവിച്ചിരുന്ന അതേ ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിലാണ് ഇവ ആകാശം ഭരിച്ചിരുന്നത്. ഇന്നത്തെ വടക്കേ അമേരിക്കയുടെ ഭാഗങ്ങളിലായിരുന്നു ഇവ പ്രധാനമായും ഉണ്ടായിരുന്നത്. ആകാശത്ത് പറന്നിരുന്ന ഏറ്റവും വലിയ ജീവികളിൽ ഒന്നാണിത്. ഇവയുടെ വലിപ്പം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ചിറകുകൾ വിരിക്കുമ്പോൾ ഏകദേശം 33 മുതൽ 36 അടി വരെ വീതിയുണ്ടായിരുന്നു. അതായത് ഒരു ചെറിയ യുദ്ധവിമാനത്തിന്റെ അത്രയും വലിപ്പം. നിലത്തു നിൽക്കുമ്പോൾ ഇവയ്ക്കൊരു ജിറാഫിന്റെ അത്രയും ഉയരം, ഏകദേശം 18 അടി ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ശരീരമാണെങ്കിലും ഭാരം കുറഞ്ഞ എല്ലുകൾ ഉള്ളതുകൊണ്ട് ഇവയ്ക്ക് അനായാസം പറക്കാൻ സാധിക്കുമായിരുന്നു. ഭക്ഷണം. ഇതൊരു മാംസഭുക്കായിരുന്നു. കരയിൽ നടന്ന് വേട്ടയാടാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഇവ ചെറിയ ഡൈനോസറുകളെയും ചത്തുകിടക്കുന്ന മൃഗങ്ങളെയും മറ്റ് ചെറിയ ജീവികളെയും നീളമുള്ള കൊക്കുകൾ ഉപയോഗിച്ച് കൊത്തി വിഴുങ്ങുമായിരുന്നു. ഇന്നത്തെ കൊക്കുകളെപ്പോലെ സ്റ്റോക്സ് ആയിരുന്നു ഇവയുടെ വേട്ടയാടൽ രീതി എന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഏകദേശം 6.6 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവ വംശനാശം സംഭവിച്ചത്. നമ്മുടെ ഒന്നാമത്തെ താരമായ ടീറെക്സിന് സംഭവിച്ചത് തന്നെയായിരുന്നു ഇവയുടെയും വിധി. ആ കൂറ്റൻ ഉൽക്കാപതനം, ഭൂമിയിൽ പതിച്ച വലിയ ഉൽക്കയും അതിനെ തുടർന്നുണ്ടായ വൻ സ്ഫോടനങ്ങളും പരിസ്ഥിതിയെ പാടെ മാറ്റിമറിച്ചു. അന്തരീക്ഷം പുകകൊണ്ട് നിറഞ്ഞതോടെ വലിയ ജീവികൾക്കാവശ്യമായ ഭക്ഷണമോ സാഹചര്യമോ ഇല്ലാതെയായി. ഇതോടെ ആകാശത്തെ ഈ ഭീമൻ വർഗവും എന്നേക്കുമായി വിടവാങ്ങി. 10. സാർക്കോസൂക്കസ്. ഏകദേശം 11.2 കോടി വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഡൈനോസറുകൾ ഭൂമി ഭരിച്ചിരുന്ന അതേ കാലഘട്ടത്തിലാണ് ക്രിട്ടേഷ്യസ് പീരിയഡ് ഇവ ജീവിച്ചിരുന്നത്. ഇന്നത്തെ ആഫ്രിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും നദികളിലായിരുന്നു ഇവയുടെ താവളം. ഇന്നത്തെ സാധാരണ മുതലകളെ ഇതിന്റെ അടുത്ത് നിർത്തിയാൽ വെറും പല്ലികളെപ്പോലെ തോന്നും. ഏകദേശം 30 മുതൽ 40 അടി വരെ നീളം ഇതിനുണ്ടായിരുന്നു. ഇതിന്റെ തലയോട്ടിക്ക് മാത്രം 5 അടിയിലേറെ നീളമുണ്ട്. അതായത് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യന്റെ അത്രയും വലിപ്പമുള്ള തല. ഇതിന്റെ ശരീരത്തിന് മുകളിൽ കടുപ്പമേറിയ കവചങ്ങൾ, ഓസ്റ്റിയോഡേംസ് ഉണ്ടായിരുന്നതുകൊണ്ട് മറ്റ് ഡൈനോസറുകളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഇവയ്ക്ക് എളുപ്പമായിരുന്നു. ഇതൊരു സാധാരണ മുതലയല്ല, ഇതൊരു ഡൈനോസർ വേട്ടക്കാരനായിരുന്നു. നദിക്കരയിൽ വെള്ളം കുടിക്കാനെത്തുന്ന ചെറിയ ഡൈനോസറുകളെ വരെ ഇവ വെള്ളത്തിനടിയിലേക്ക് വലിച്ചു താഴ്ത്തി ഭക്ഷണമാക്കുമായിരുന്നു. കൂർത്ത പല്ലുകളും അതിശക്തമായ താടിയെല്ലും ഉപയോഗിച്ച് ഇരയെ നിമിഷനേരം കൊണ്ട് കഷ്ണങ്ങളാക്കാൻ സാർക്കോസൂക്കസിന് കഴിയുമായിരുന്നു. ഏകദേശം 11 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഇവയ്ക്ക് വംശനാശം സംഭവിച്ചത്. നദികളിലെ ഒഴുക്കിലും കാലാവസ്ഥയിലുമുണ്ടായ മാറ്റം ഇവയുടെ ആവാസ വ്യവസ്ഥയെ തകർത്തു. ഭൂമിയിൽ ഒരു കാലത്ത് വാണിരുന്ന ഈ 10 ഭീമൻ ജീവികളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയതാരാണ്? ആഴക്കടലിലെ മെഗലോഡോണോ അതോ കരയിലെ രാജാവ് ടീറെക്സ് ആണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.